അടുത്തത് ഫോർത്ത് മൊഡ്യൂളായ ക്യൂയിങ് തിയറിയാണ്. ക്യൂയിങ് തിയറി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് മുതൽ ക്ലാസ് എടുക്കുന്നത്. അപ്പം ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കസ്റ്റമേഴ്സ് സർവീസിന് വേണ്ടി ഫോം ചെയ്യുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ക്യൂ. അപ്പോൾ ക്യൂ ഫോം ചെയ്യുമ്പോൾ ചില കേസിൽ വെയിറ്റിംഗ് ടൈം, ചില കേസിലൊക്കെ വെയിറ്റിംഗ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ വെയിറ്റിംഗ് ടൈം കൂടുതലാണെങ്കിൽ, അതായത് ഐഡിയൽ ടൈം കൂടുതലാണെങ്കിൽ കസ്റ്റമേഴ്സ് കൃത്യമായ സർവീസ് ലഭിക്കുകയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് സർവീസ് വേണ്ടെന്ന് വെച്ച് പോവുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോമാണ് ക്യൂയിങ് മോഡലിലൂടെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അതായത് കൃത്യമായ സർവീസ് ലഭിക്കുകയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഐഡിയൽ ടൈം കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ള ഫോമിലാണ് നമ്മൾ ക്യൂയിങ് മോഡൽസ് അല്ലെങ്കിൽ ക്യൂയിങ് തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് വരാനുള്ള കാരണം. അപ്പം നിങ്ങൾക്ക് 3 ക്യൂയിങ് മോഡൽസാണ് പഠിക്കാനുള്ളത്. 4 എണ്ണമാണ് മെയിനായിട്ടുള്ളതെങ്കിലും അതിൽ 3 എണ്ണമാണ് നിങ്ങൾക്ക് ക്യൂയിങ് മോഡൽസ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തിയറി ഉണ്ട്. ആ തിയറി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ക്യൂ എന്നും ഒരു ക്യൂവിൻ്റെ എക്സാമ്പിൾ എന്താണെന്നും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ നോട്ട് തരുമ്പോഴത്തേക്കും വായിച്ച് നോക്കിയാൽ മനസ്സിലായിക്കോളും എന്താണ് ക്യൂ എന്നുള്ളതൊക്കെ. ഇനി ക്യൂയിങ് മോഡലിലെ കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും ക്യൂയിങ് മോഡലിലെ കമ്പോണൻസ് എന്ന് പറയുന്നത്? ഒന്ന്, കസ്റ്റമേഴ്സാണ് അവിടുത്തെ ഒരു കമ്പോണൻ്റായിട്ട് വരുന്നത്. പിന്നെ ആ ക്യൂവിൻ്റെ ലെങ്ത്ത്, ക്യൂ അണ്ടർഫ്ലോ ആണോ അതോ ക്യൂ ഓവർഫ്ലോ ആണോ, അതായത് ക്യൂ ലിമിറ്റഡ് ആണോ അതോ ഓവറാണോ, കൂടുതലായിട്ടാണ് ക്യൂ നിൽക്കുന്നത്. അടുത്തത് സർവീസ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടത്ത് ഒരു സർവീസ് ചാനലേ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് സർവീസ് ചാനലുകൾ കൂടുതലുണ്ടാവും. അതായത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഒരു സർവീസ് ചാനലേ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ടെലിഫോൺ ബില്ലടയ്ക്കുന്ന കൗണ്ടറോ അങ്ങനെ പല കൗണ്ടേഴ്സുണ്ട്. അപ്പോൾ സർവീസ് ചാനലിൻ്റെ എണ്ണം, ഇത് 3 എണ്ണമാണ് ക്യൂയിങ് മോഡലിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന്, ഇൻപുട്ട്, അറൈവൽ ഓർ പ്രോസസ്, സർവീസ് മെക്കാനിസം ആൻഡ് ഔട്ട്പുട്ട്. ഇത് 3 എണ്ണമാണ് എന്തായിട്ട് വരുന്നത്? ക്യൂയിങ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂയിങ് മോഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൻപുട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓർ അറൈവൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നിങ്ങൾ നേരത്തെ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ട്, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം വരുന്ന ക്യൂയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സർവീസ് കഴിഞ്ഞ് പോകുന്ന കസ്റ്റമേഴ്സ്, അവരെ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷനായിട്ട് കൺസിഡർ ചെയ്യും. അതാണ് ഇൻപുട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓർ അറൈവൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെയാണ് ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓർ സർവീസ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ സർവീസ് ചാനൽ, ക്യൂ ഡിസിപ്ലിൻ, ക്യൂ സൈസ്, പോപ്പുലേഷൻ ഓഫ് സോഴ്സ്. ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യൂയിങ് മോഡൽസ്. അപ്പം നമ്മളോട് മാർക്കിന്, അതായത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂയിങ് മോഡൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ക്യൂയിങ് സിസ്റ്റത്തിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാൻ. അപ്പോൾ ആ നോട്ട് എഴുതാനുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ് ഇൻപുട്ട് പ്രോസസ്സ്? ഇൻപുട്ട് ഈസ് ദ മോഡ് ഓഫ് അറൈവൽസ് ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് ദ സർവീസ് ഫെസിലിറ്റിക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അറൈവലിനെയാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞെടുക്കുന്നത്. അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സോഴ്സ് ആയിരിക്കും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കേസസ് ആയിരിക്കും വരുന്നത്. ചിലപ്പം സിംഗിളായിട്ടായിരിക്കും വരുന്നത്, ഒരാൾ വെച്ചായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ബാച്ചസ് ആയിട്ട് വന്നിട്ട് ഒരാൾ മാത്രം വന്ന് നിൽക്കുകയായിരിക്കും ക്യൂവിൽ, അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം ഇതിനെയാണ് ഇൻപുട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സർവീസ് കിട്ടാൻ വരുന്ന സർവീസ് ഫെസിലിറ്റിക്ക് കിട്ടാൻ വരുന്ന കസ്റ്റമേഴ്സിനെയാണ് ഇൻപുട്ടായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് ഫൈനൈറ്റ് ആയിരിക്കാം ഓർ ഇൻഫിനിറ്റ് ആയിരിക്കാം. ഇനി ആ വരുന്ന കസ്റ്റമേഴ്സ് ബിഹേവിയർ എന്തായിരിക്കും? അതും ഈ ക്യൂയിങ് മോഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ്. കസ്റ്റമേഴ്സ് ബിഹേവിയർ, ചിലർക്ക് ക്യൂവിൽ നിൽക്കാൻ, അതായത് സർവീസ് ലഭിക്കുകയും വേണം പക്ഷേ ക്യൂവിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അതിന് പറയുന്നതാണ് ബാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കസ്റ്റമർ മെ നോട്ട് ലൈക്ക് ടു ജോയിൻ ദ ക്യൂ സീയിങ് ഇറ്റ് വെരി ലോങ് ആൻഡ് ഹീ മെ നോട്ട് ലൈക്ക് ടു വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യൂവിൽ ജോയിൻ ചെയ്ത് നിൽക്കാനോ താല്പര്യപ്പെടില്ലാത്ത ആൾക്കാർ. അടുത്തത് റെനഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹി മേ ലീവ് ദ ക്യൂ ഡ്യൂ ടു ഇംപേഷ്യൻസ് ആഫ്റ്റർ ജോയിനിങ് ഇറ്റ്. ചിലർ ക്യൂവിൽ കുറച്ച് നേരം നിന്ന് കഴിയുമ്പം ഇനിയും ഒത്തിരി സമയം വേണമെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, ക്യൂ ലീവ് ചെയ്ത്, അതായത് ക്യൂവിൽ നിന്ന് മാറിപ്പോകും, ക്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിനാണ് റെനഗിങ് എന്ന് വിളിക്കുന്നത്. അടുത്ത കൊല്യൂഷൻ. കൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവറൽ കസ്റ്റമേഴ്സ് മേ കൊളാബറേറ്റ് ആൻഡ് ഓൺലി വൺ ഓഫ് ദം മേ സ്റ്റാൻഡ് ഇൻ ദ ക്യൂ. അതായത് കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ആ കുറേ ആൾക്കാർക്ക് വേണ്ടി ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രം ക്യൂവിൽ വന്ന് നിൽക്കുക. എന്നിട്ട് അടുത്തെത്തുമ്പം, സർവീസ് എടുക്കുമ്പം എന്ത് ചെയ്യും, ഈ ബാക്കിയുള്ള എല്ലാവരും കൂടെ ജോയിൻ ചെയ്യും, അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും ഈ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ എന്ന് മാത്രം ഉദ്ദേശിക്കരുത്. ചിലപ്പം ഫാൻ നന്നാക്കുന്നിടത്ത് ഫാനാണ് അവിടുത്തെ കസ്റ്റമർ. ഓക്കെ, നമ്പർ ഓഫ് ഫാൻസ് എന്ന് പറയുന്നതാണ് കസ്റ്റമർ. ടി വി നന്നാക്കുന്നിടത്ത് ടി വി റിപ്പയറിൻ്റെ അവിടെ ടി വി ആണ് അവിടുത്തെ കസ്റ്റമർ. മനസ്സിലായോ? അത് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും അത് ചിന്തിച്ച് വെച്ചേക്കരുത്. അപ്പോൾ കൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഒരാൾ മാത്രം വന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ ജോക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂവിൽ നിന്ന് നോക്കിയപ്പോൾ, ഒരു ക്യൂവിൽ നിൽക്കുമ്പം അടുത്ത ക്യൂവിൽ ലെങ്ത് കുറവാണെന്ന് കാണുമ്പം ഈ ക്യൂവിൽ നിന്ന് ലീവ് ചെയ്തിട്ട് അടുത്ത ക്യൂവിൽ ജോയിൻ ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണ് ജോക്കിങ്. അപ്പം കസ്റ്റമേഴ്സ് ബിഹേവിയർ ഏതിൻ്റെ ഒന്ന് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യൂയിങ് മോഡൽസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇനി സർവീസ് ഓർ മെക്കാനിസം ഫെസിലിറ്റി, അതായത് എത്ര സർവീസാണ് കിട്ടുന്നതാണ്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ക്യൂ. സിംഗിൾ ചാനലാണ്. അതായത് ഫസ്റ്റ് ഇൻപുട്ട് കസ്റ്റമർ വന്നു, ക്യൂവിൽ നേരെ ജോയിൻ ചെയ്തു, നേരെ സർവീസ് കിട്ടി, ഔട്ട്പുട്ട് കിട്ടി. ഒറ്റ സർവീസ് എവിടെയുള്ളൂ. രണ്ടാമത്തേതെന്ന് പറയുന്നത് സിംഗിൾ ചാനൽ കെ ഫേസ് ക്യൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ വന്നു, ക്യൂവിൽ നിന്നു, ഫസ്റ്റ് സർവീസ് കിട്ടി, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് കിട്ടി, അങ്ങനെ കെ സർവീസുകൾ കിട്ടിയിട്ട് ഔട്ട്പുട്ടാകുക. അതായത് നമ്മളൊരു വണ്ടി വെഹിക്കിള് വർക്ക്ഷോപ്പിൽ കയറ്റിയാൽ എന്താണ് ചെയ്യുന്നത്, അകത്തെ എന്തെങ്കിലും അകത്ത് ബോഡി വർക്ക്സ് അകത്തുണ്ടെങ്കിൽ ആ വർക്കുകളെല്ലാം ചെയ്തതിന് ശേഷം, അല്ലെ എൻജിൻ വർക്കുകളെല്ലാം ചെയ്തതിന് ശേഷം, അല്ലേ, അവർ അകം ക്ലീൻ ആക്കുക. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് അടുത്ത സെക്ഷനിലേക്ക് വിട്ടിട്ട് ഫുൾ അകം മുഴുവൻ ക്ലീൻ ചെയ്യും, അല്ലേ, അകം മുഴുവൻ ക്ലീൻ ചെയ്യുന്നതാണ് സെക്കൻഡ് സർവീസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സർവീസിലേക്ക് വിട്ട് ഫുൾ വണ്ടി വെളി മുഴുവൻ വാഷ് ചെയ്ത് ക്ലീൻ ആക്കും, അല്ലേ. അങ്ങനെ തേർഡ് സർവീസ്. അങ്ങനെയുള്ള സർവീസിനെ വിളിക്കുന്നതാണ് സിംഗിൾ ചാനൽ കെ ഫേസ് ക്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമറിന് തന്നെ പല സർവീസുകൾ വേണം, പക്ഷേ ഒരു സർവീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സർവീസ് കിട്ടത്തുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് മൾട്ടി ചാനൽ സിംഗിൾ ഫേസ് ക്യൂ. അതായത് ഒരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമർ നോക്കുമ്പോൾ 3-4 ക്യൂ ഉണ്ട്. അതായത് ഒരേ സർവീസിന് തന്നെ 2-3 ക്യൂ. അതാണ് ഞാൻ പറഞ്ഞ ടെലിഫോൺ ബില്ലിനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഒന്നിലധികം കൗണ്ടറുകളുണ്ട്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടേഴ്സ്, അല്ലേ. അപ്പം എന്താണ്, ഏതെങ്കിലും ഒരു ക്യൂവിൽ നമുക്ക് പോയി നിൽക്കാം. അപ്പം അതിനാണ് പറയുന്നത് മൾട്ടി ചാനൽ സിംഗിൾ ഫേസ് ക്യൂ. ഒരു ഫേസേ എവിടെയുള്ളൂ, ഒരു സർവീസേ കിട്ടുകയുള്ളൂ, പക്ഷേ പല സർവീസ് ചാനലുകളുണ്ട്, പല എന്തുണ്ട് സർവീസായിട്ട് ചെയ്യുന്ന കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പം ഇൻപുട്ട് ക്യൂ ഇവിടെ 2-3 ഉണ്ട്, സർവീസ് ഉണ്ട്, പക്ഷേ സർവീസ് എല്ലാം എന്താണ്, ഒരുപോലത്തെ സർവീസാണ്. ദെൻ ഔട്ട്പുട്ട് ഡിപ്പാർച്ചർ. മൾട്ടി ചാനൽ കെ ഫേസ്, അതല്ലേ മൾട്ടി ഫേസ് ക്യൂ. അതായത് കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ക്യൂ വരുന്നു, അല്ലേ. ആ ക്യൂ നമ്പർ ഓഫ് ക്യൂസ് കൂടുതലാണ്, മോർ ദാൻ 1 ആണ്. അവിടെയും വേറൊരു സർവീസ് കിട്ടുന്നു, അങ്ങനെ ഔട്ട്പുട്ട് കിട്ടി ഡിപ്പാർച്ചർ ചെയ്യുന്നതാണ് മൾട്ടി ചാനൽ മൾട്ടി ഫേസ് ക്യൂ. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ആ സർവീസ് മെക്കാനിസം, ആ സർവീസിൻ്റെ ഡിസിപ്ലിനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ്, ഫസ്റ്റ് സിംഗിൾ ചാനൽ സിംഗിൾ ഫേസ്, പിന്നെ സിംഗിൾ ചാനൽ കെ ഫേസ്, പിന്നെ വരുന്ന മൾട്ടി ചാനൽ സിംഗിൾ ഫേസ്, ദെൻ മൾട്ടി ചാനൽ മൾട്ടി ഫേസ് ക്യൂ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ക്യൂ ഡിസിപ്ലിൻ. ക്യൂവിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അതിനെ രണ്ടായിട്ട് തിരിച്ചേക്കുവാണ്, സ്റ്റാറ്റിക് ക്യൂ ഡിസിപ്ലിൻ ആൻഡ് ഡൈനാമിക് ക്യൂ ഡിസിപ്ലിൻ. സ്റ്റാറ്റിക് ക്യൂ ഡിസിപ്ലിനും രണ്ടാമത് ഡൈനാമിക് ക്യൂ ഡിസിപ്ലിൻ. എന്താണ് സ്റ്റാറ്റിക് ക്യൂ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? സ്റ്റാറ്റിക് ക്യൂ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് 2 രീതിയിലാണ് പറയുന്നത്. 2 രീതിയിലുണ്ട്. ഒന്ന് FCFS ഓർ FIFO, അതായത് ഫസ്റ്റ് വരുന്ന ആൾ, അതായത് ഫസ്റ്റ് വരുന്ന ആൾക്ക് ഫസ്റ്റ് തന്നെ സർവീസ് കിട്ടുക, അതാണ് FIFO അല്ലെങ്കിൽ FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇൻ ദിസ് ഡിസിപ്ലിൻ
എ കസ്റ്റമർ ഹൂ ഈസ് അറൈവ്ഡ് ഫസ്റ്റ് വിൽ സെർവ് ഫസ്റ്റ് ഇൻ ദ ക്യൂ. ആരാണോ ഫസ്റ്റ് വരുന്നത് അവർ തന്നെയാണ് ഫസ്റ്റ് സർവീസ് നടത്തുന്നത്. അപ്പം നമ്മളൊരു ക്യൂവിൽ ചെന്ന് നിൽക്കുവാണെങ്കിൽ അങ്ങനെയാണ് സാധാരണ ചെയ്യാറല്ലേ. ഫസ്റ്റ് വരുന്ന ആരാണോ അവർക്ക് തന്നെയാണ് ഫസ്റ്റ് സർവീസ് നടത്തുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് സ്റ്റാറ്റിക് ക്യൂ ഡിസിപ്ലിൻ. മറ്റൊരു രീതി എന്ന് പറയുന്നത് LCFS ഓർ ലിഫോ, ദാറ്റ് ഈസ് ലാസ്റ്റ് കം ഫസ്റ്റ് സർവീസ്. ലാസ്റ്റ് ആരാണോ വരുന്നത് അവർക്ക് ഫസ്റ്റ് സർവീസ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതിനെ പറയുന്നതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ലാസ്റ്റ് ആണോ ആര് വന്ന് കിടക്കുന്നത് അവർക്ക് ഫസ്റ്റ് സർവീസ് കിട്ടുക. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്താണ് പറയാനുള്ളത്? നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ നമുക്കൊന്നും നമ്മുടെ മനസ്സിൽ വരത്തില്ല. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ബുക്ക് അടുക്കി വെക്കുക എന്ന് വിചാരിച്ചു. ഒരു ലൈബ്രറിയിൽ ബുക്കുകളാണ് അവിടുത്തെ കസ്റ്റമേഴ്സ് അല്ലേ, ബുക്കുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന് സർവീസ് കിട്ടാൻ വേണ്ടി ബുക്കുകൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഒരു ലൈബ്രറിയൻ ബുക്ക് അടുക്കി വെക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ആദ്യം കുറച്ച് ബുക്ക് എടുത്ത് താഴെ വെച്ചു അല്ലേ, അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബുക്ക് വെക്കുന്നത്. പക്ഷേ സർവീസ് കിട്ടുന്ന ആർക്കാണ്? ലാസ്റ്റ് ഏത് ബുക്ക് കിട്ടുന്നോ ആ ലാസ്റ്റ് ബുക്കിനെയാണ് നമ്മൾ ആദ്യം എടുത്ത് റാക്കിൽ വെക്കുന്നത് ആണല്ലോ. അങ്ങനെയുള്ളതിനെ വിളിക്കുന്നതാണ് ലിഫോ. അതായത് ബുക്ക് അടുക്കി വെക്കുമ്പോൾ നമ്മൾ എന്താണ് ലാസ്റ്റ് വെക്കുന്ന ബുക്കാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ലിഫോ സിസ്റ്റം എന്നാണ് അതറിയപ്പെടുന്നത്. ഇനി ഡൈനാമിക് ക്യൂ ഡിസിപ്ലിൻ. ഡൈനാമിക് ക്യൂ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിലാണ്. റാൻഡം ഓർഡർ സർവീസ്. അങ്ങനെ ഇന്ന സർവീസ് ഒന്നൊന്നുമില്ല. ക്യൂവിൽ വന്ന് നിൽക്കുമ്പം റാൻഡമായിട്ട് കുറച്ച് പേർക്ക് സർവീസ് കിട്ടുക. റാൻഡമായിട്ട് കുറച്ച് സർവീസ് കിട്ടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റാൻഡം ഓർഡർ സർവീസ് എന്ന് വിളിക്കുന്നത്. ദെൻ പ്രയോറിറ്റി ബേസ്ഡ് സർവീസ്. പ്രയോറിറ്റി ബേസ്ഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യൂ ഉണ്ടാകും, പക്ഷെ ചിലർക്ക് പ്രയോറിറ്റി ഉണ്ട്. ചില ആൾക്കാർക്ക്, അതായത് പ്രായമായവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലേ. അപ്പോൾ പ്രായമായവർക്ക് ആദ്യം സർവീസ് കിട്ടും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ എമർജൻസി കേസിനാണ് ഫസ്റ്റ് സർവീസ് കിട്ടുന്നത്. അപ്പോൾ അതാണ് പ്രയോറിറ്റി ബേസ്ഡ് സർവീസ് എന്ന് പറയുന്നത്. ഓൾറെഡി ക്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും ആദ്യം പ്രയോറിറ്റി വരുന്ന ആരാണോ അവരെയാണ് അവിടെ നമ്മൾ ഫസ്റ്റ് സർവീസ് നൽകുന്നത്. അതിനെ വിളിക്കുന്നതാണ് പ്രയോറിറ്റി ബേസ്ഡ് സർവീസ്. അപ്പം നമ്മളോട് ഇത്രയും കാര്യങ്ങൾ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂയിങ് മോഡൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇത്രയും രീതിയിൽ തന്നെ എഴുതിയാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ഒരു രീതിയിൽ തന്നെ സെൻറ്റൻസ് ഒക്കെ എഴുതിയാൽ മതി. പക്ഷേ ഇത്രയെങ്കിലും എഴുതിയിരിക്കണം. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യൂയിങ് മോഡൽസ് എന്ന് പറയുന്നത് ഈ 6 എണ്ണമാണെന്ന് എഴുതിയിട്ട് ഓരോന്നും ഇൻപുട്ട് പ്രോസസ്സ് എന്താണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് അത് ഇൻഫിനിറ്റ് ആകാം അല്ലെങ്കിൽ ഫൈനൈറ്റ് ആകാം. അതുപോലെ ക്യൂ സൈസ് എന്ന് പറയുന്നതും ഇൻഫിനിറ്റ് ആകാം ഫൈനൈറ്റ് ആകാം. അതൊക്കെ നമ്മളിവിടെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വരെയാണ് നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂയിങ് മോഡൽസ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി അടുത്തത് ഒരു സിസ്റ്റത്തിന് സ്റ്റേറ്റ്. ഏതൊക്കെ സ്റ്റേറ്റാണ് ഒരു സിസ്റ്റം ഉണ്ടാകുന്നത്? ക്യൂയിങ് സിസ്റ്റം എന്ന് പറയുന്നത് 3 സ്റ്റേറ്റാണ്. ഒന്ന് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ്, പിന്നെ സ്റ്റഡി സ്റ്റേറ്റ്, പിന്നെ എക്സ്പ്ലോസീവ് സ്റ്റേറ്റ്. എന്താണ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് ക്യൂ മാറുക. അതായത് ഓരോ ടൈമിനനുസരിച്ച് ക്യൂവിലുണ്ടാകുന്ന വ്യത്യാസം. ചില ടൈമിൽ ക്യൂ വളരെ ലെങ്ത് കുറവായിരിക്കും, ചില സമയത്ത് ക്യൂ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ടൈമിനനുസരിച്ച് ക്യൂ സിസ്റ്റം ഡിപ്പെൻഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ്. എ ക്യൂയിങ് സിസ്റ്റം ഈസ് സെഡ് ടു ബി ട്രാൻസിയൻറ്റ് വെൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഡിപ്പെൻഡ് ഓൺ ടൈം. ടൈമിനെ അനുസരിച്ച് ആ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റുക. ക്യൂ കൂടുതലുള്ള സമയത്ത് വേറൊരു രീതിയിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മാറ്റുന്നതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ക്യൂയിങ് സിസ്റ്റം എന്ന് പറയുന്നത് ആ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. ഏത് ടൈമിലാണെങ്കിലും ഒരേ രീതിയിൽ തന്നെ ക്യൂയിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റഡി സ്റ്റേറ്റ്. എക്സ്പ്ലോസീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൈവൽ റേറ്റ് ഓഫ് കസ്റ്റമർ ഈസ് ഗ്രേറ്റർ ദാൻ ദ സർവീസ് റേറ്റ്. സർവീസ് റേറ്റിനേക്കാൾ അറൈവൽ റേറ്റ് കൂടുതലാണ്. അതായത് അറൈവൽ റേറ്റ് കൂടുതലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യൂവിൻ്റെ ലെങ്ത് കൂടിപ്പോവുകയാണ് അല്ലേ. ദെൻ ദ ക്യൂ ലെങ്ത് വിൽ ഗോ ഇൻക്രീസിങ് വിത്ത് ടൈം. ദിസ് സ്റ്റേറ്റ് ഈസ് സെഡ് ടു ബി എക്സ്പ്ലോസീവ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലോസീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് അറൈവൽ റേറ്റ് ആയിരിക്കും അവിടെ സർവീസ് റേറ്റിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താവും? ക്യൂവിൻ്റെ ലെങ്ത് കൂടിപ്പോകും. അതിന് ആ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലോസീവ് സ്റ്റേറ്റ്. അപ്പം സിസ്റ്റം സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ട്രാൻസിയൻറ്റ്, സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലോസീവ് സ്റ്റേറ്റ്. ഓക്കെ. ഇനി ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ പ്ലസ് സർവീസിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. ഓക്കെ. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യൂ പ്ലസ് സർവീസ് ഉൾപ്പെടെ ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്.
ഇനി ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ഓരോ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ എ ക്യൂയിങ് മോഡൽ ഇൻ വിച്ച് ദ അറൈവൽ റേറ്റ് ആൻഡ് സർവീസ് റേറ്റ് ഫോളോ മാർക്കോവ് പ്രോസസ് ഓർ മാർക്കോവിയൻ ക്യൂയിങ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ എടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാർക്കോവിയൻ ക്യൂയിങ് മോഡൽ എന്ന് പറയുന്നതാണ്. മാർക്കോവിയൻ ക്യൂയിങ് മോഡൽ എന്നല്ലേ മാർക്കോവ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുകയില്ലായിരിക്കും, ഇല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്തായിക്കോട്ടെ. ഇനി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൈവൽ റേറ്റ് പോസോൺ ഡിസ്ട്രിബ്യൂഷനും എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും പഠിച്ചിട്ടുണ്ട് അല്ലേ. അറൈവൽ റേറ്റ് പോസോൺ ഡിസ്ട്രിബ്യൂഷനും സർവീസ് റേറ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും ഫോളോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മാർക്കോവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ട് ഡിസ്ട്രിബ്യൂഷൻ കമ്പൈൻ ചെയ്ത് വരുന്ന പേരാണ് മാർക്കോവിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഒത്തിരി നമ്മളിവിടെ പ്രോബ്ലത്തിനകത്ത് അപ്ലൈ ചെയ്യുന്നില്ല. എന്നാലും ആ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്താണ് അറൈവൽ റേറ്റ് എന്ത് ഫോളോ ചെയ്യും? പോസോൺ ഡിസ്ട്രിബ്യൂഷനും സർവീസ് റേറ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും ഫോളോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മാർക്കോവ് പ്രോസസ്. ഈ നമ്മൾ ഇതിനകത്ത് ഏതാണ് ക്യൂയിങ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഏരിയ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് വളരെ ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുള്ളൂ. സോ ഈ ചാപ്റ്ററിനകത്ത് മാർക്കോവിയൻ ക്യൂയിങ് മോഡൽസ് മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. അതല്ലാതെയും ക്യൂയിങ് മോഡൽസ് ഉണ്ട്, പക്ഷേ മാർക്കോവിയൻ ക്യൂയിങ് മോഡൽസ് മാത്രമേ നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. ഇനി എങ്ങനെയാണ് ഒരു ക്യൂയിങ് മോഡൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ക്യൂയിങ് മോഡലിനെ നമ്മൾ ഒരു ഫോമിൽ റൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ആണ് കെൻഡൽസ് നൊട്ടേഷൻ ഫോർ റെപ്രസെൻറ്റിങ് ക്യൂയിങ് മോഡൽ ഓർ സിമെട്രിക് റെപ്രസെൻറ്റേഷൻ. അത് എങ്ങനെയാണ് ഒരു ക്യൂയിങ് മോഡലിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, അതിനെ ആ റെപ്രസെൻ്റ് ചെയ്യുന്ന നൊട്ടേഷനെ വിളിക്കുന്ന പേരാണ് കെൻഡൽസ് നൊട്ടേഷൻ. അതും ചോദിക്കാം. കെൻഡൽസ് നൊട്ടേഷൻ റൈറ്റ് ചെയ്യാൻ, കെൻഡൽസ് നൊട്ടേഷൻ എന്താണെന്നുള്ളത് റൈറ്റ് ചെയ്ത് കാണിക്കാൻ എന്ത് ചോദിക്കാം? പ്രോബ്ലമായിട്ട് ചോദിക്കാം, അല്ലെ തിയറി ആയിട്ട് ചോദിക്കാം. അപ്പം അതെന്ന് പറയുന്നത് എങ്ങനെയാണ് സിംബോളിക്കലായിട്ട് എഴുതുന്നതെന്നാണ്. കണ്ടോ, ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എ ബാർ ബി ബാർ സി, കോളിനിട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് തന്നെ ഡി ബാർ ഇ ഈസ് കോൾഡ് കെൻഡൽസ് നൊട്ടേഷൻ. എ ബാർ ബി, എ ബി സി എന്നുള്ളത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. എ ബി സി ഡി ഇ, കണ്ടോ, എ ബി സി ഒരു ബ്രാക്കറ്റിനകത്ത് എ കഴിഞ്ഞ് ബാർ, ബി ബാർ, ഡി, സി കോളൻ ഡി ബാർ ഇ. വേർ എ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് അറൈവൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെ അറൈവൽ ഡിസ്ട്രിബ്യൂഷനെയാണ് എ എന്ന് പറയുന്നത് കാണിക്കുന്നത്. എ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നമ്പർ ഓഫ് അറൈവൽസ് പെർ യൂണിറ്റ് ടൈം. ഞാൻ പറഞ്ഞായിരുന്നു അറൈവൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? മാർക്കോവിയൻ പ്രോസസ്സാണ് അല്ലേ. മാർക്കോവിയൻ പ്രോസസ്സ് എന്നാണ് ജനറലായിട്ട് പറയുന്നത്, അല്ലെ പോസോൺ പ്രോസസ്സ് എന്നാണ്. അപ്പം ആ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണോ അറൈവ് ചെയ്യുന്നത് അതാണ് എയുടെ നൊട്ടേഷൻ. ബി എന്ന് പറയുന്നത് സർവീസ് ഡിസ്ട്രിബ്യൂഷനാണ് ബി എന്ന് പറഞ്ഞ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ടൈം, അതാണ് ബി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെർവേഴ്സ്, എത്ര സെർവേഴ്സ് ഉണ്ട് അല്ലെ എത്ര സർവീസ് ചാനൽസ് ഉണ്ട്, അതാണ് ഇവിടെ സി എന്നുള്ള നൊട്ടേഷൻ. ഡി എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം, എന്തുമാത്രം ക്യൂവിൻ്റെ ലെങ്ത് എന്തുമാത്രമാകാം ആ സിസ്റ്റം, കപ്പാസിറ്റി ഓഫ് സിസ്റ്റമാണ് ഡി എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നത് ക്യൂ ഡിസിപ്ലിൻ, ഏത് ക്യൂ ഡിസിപ്ലിനാണ് അവിടെ ഒബേ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എ എന്ന് പറയുന്നത്? അറൈവൽ റേറ്റ് അല്ലെ അറൈവൽ ഡിസ്ട്രിബ്യൂഷൻ. ബി എന്ന് പറയുന്നത് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ. സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സർവീസസ്. ഡി എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം. ഇ എന്ന് പറയുന്നത് ക്യൂ ഡിസിപ്ലിൻ. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കെൻഡൽസ് നൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കെൻഡൽസ് നൊട്ടേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അത് ഞാനിപ്പോൾ പറഞ്ഞു. ഇൻ കെൻഡൽസ് നൊട്ടേഷൻ എ ബി യൂഷ്വലി ടേക്ക് വൺ ഓഫ് ദ ഫോളോയിങ് സിംബൽസ്. ഒന്നുകിൽ എം എന്ന് പറയുന്നത് എന്താണ്? മാർക്കോവിയൻ പ്രോസസ്സ് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ പ്രോസസ്സ് അല്ലെ പോസോൺ പ്രോസസ്സിന് വേണ്ടിയാണ് എം എന്നെടുക്കുന്നത്. അല്ലെ ജിയും ഡിയും ഉണ്ട്. ജിയും ഡിയും വെച്ചുള്ള തിയറി നമ്മൾ ആ ക്യൂയിങ് മോഡൽസ് നമ്മളിവിടെ പഠിക്കുന്നില്ല, ജസ്റ്റ് അതിനകത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ആർബിട്രറി അല്ലെങ്കിൽ ജനറൽ ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് ഡിസ്ട്രിബ്യൂഷന് ഡി എന്നുള്ള സിമ്പൽ ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് ഏത് മാത്രമേ ഉള്ളൂ? എം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 4 ഇമ്പോർട്ടൻറ്റ് ക്യൂയിങ് മോഡൽസ് ആണ് കെൻഡൽസ് നൊട്ടേഷൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, MM1 ഇൻഫിനിറ്റി ഫിഫോ, അതുപോലെ തന്നെ MMS ഇൻഫിനിറ്റി ഫിഫോ, MM1K ഫിഫോ, MMSK ഫിഫോ. ഈ 4 എണ്ണമാണുള്ളത്. ഈ 4 എണ്ണത്തിനകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് MM1 ഇൻഫിനിറ്റി ഫിഫോ, അതായത് ഒന്നാമത്തത് വേണം.
പിന്നെയുള്ളത് MMS ഇൻഫിനിറ്റി ഫിഫോ, രണ്ടാമത്തെ മോഡൽ വേണം. MM1K ഫിഫോ, മൂന്നാമത്തെ മോഡൽ വേണം. നാലാമത്തെ മോഡൽ നമുക്ക് പഠിക്കാനില്ല. ഈ 3 മോഡലാണ്, ഫസ്റ്റ് 3 മോഡൽസാണ് നമുക്ക് സിലബസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ MM1 ഇൻഫിനിറ്റി ഫിഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എം എന്ന് പറയുന്നത് എന്താണ്? അറൈവൽ ഡിസ്ട്രിബ്യൂഷൻ. അറൈവൽ ഡിസ്ട്രിബ്യൂഷൻ അപ്പം M ആണ്, മാർക്കോവിയൻ പ്രോസസ്സാണ്. AB അല്ലേ, ബി. അടുത്ത M എന്തിനാണ്? സർവീസ് ഡിസ്ട്രിബ്യൂഷൻ, അതും മാർക്കോവിയൻ പ്രോസസ്സാണ്. MM അല്ലേ, AB. C എന്താണ്? നമ്പർ ഓഫ് സർവീസസ്, എത്ര സർവീസുകളിലോ ഒരേ ഒരു സർവീസേ ഉള്ളൂ. ഇനി സിസ്റ്റം കപ്പാസിറ്റിയാണ്. സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി ഇൻഫിനിറ്റി, അതായത് ക്യൂവിൻ്റെ ലെങ്ത് ഫൈനൈറ്റ് അല്ല, ഇൻഫിനിറ്റ് ആകാം. ഇനി ക്യൂ ഡിസിപ്ലിൻ, ഫിഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നതിനകത്ത് ഫിഫോ മോഡൽ മാത്രമേ പഠിക്കുന്നുള്ളൂ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഇല്ല. ഏത് മോഡൽ മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മോഡൽ മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഫിഫോ മോഡൽ. അടുത്ത എന്താണ്? MMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ എന്താണ് വ്യത്യാസം വന്നത്? സർവീസ് ചാനൽ S ഉണ്ട്, മറ്റിടത്ത് സർവീസ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ സർവീസ് ചാനൽ S ഉണ്ട്. അടുത്ത തേർഡിൻ്റെ പ്രത്യേകത എന്താണ്? ക്യൂ, അതായത് കപ്പാസിറ്റി ഓഫ് ക്യൂ എന്ന് പറയുന്നത് K ആണ്, അതായത് ഫൈനൈറ്റേ ഉള്ളൂ. കപ്പാസിറ്റി ഓഫ് ക്യൂവിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? K ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഈ 3 ഇതാണ് മോഡൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നാലാമത്തെ മോഡലിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എന്ന് പറയുന്നത് സർവീസ് ചാനൽ എസും ഉണ്ട്, K ഫൈനൈറ്റ് ആണ്, അവിടുത്തെ ക്യൂവിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇത്രയും ആണ് ഇതിൽ ആദ്യത്തെ 3 എണ്ണം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി അതിനകത്ത് ക്യൂയിങ് ഫോർമുലയ്ക്കകത്ത് കുറച്ച് സിമ്പിൾസാണ് പറയാൻ പോകുന്നത്. ക്യൂയിങ് ഫോർമുലയ്ക്കകത്ത് വേരിയബിൾസ് ആയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാംഡ. ഞാൻ പറഞ്ഞായിരുന്നു അറൈവൽ റേറ്റ് പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്താണ്? ലാംഡ അല്ലെങ്കിൽ മ്യൂ എന്നാണ്. അതിനകത്ത് ജനറലായിട്ട് ഉപയോഗിക്കുന്ന ലാംഡയാണ്. സോ അറൈവൽ റേറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലാംഡ എന്ന് വിളിക്കുന്നത്. അതായത് മീൻ നമ്പർ ഓഫ് അറൈവൽസ് പെർ ടൈം, ഓരോ പെർ ടൈമിനനുസരിച്ചുള്ള അറൈവൽ, കസ്റ്റമേഴ്സിൻ്റെ അറൈവൽ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ലാംഡ. ലാംഡ ഈക്വൽ ടു മീൻ നമ്പർ ഓഫ് അറൈവൽ പെർ ടൈം. നമ്മൾ ഈ സിമ്പിൾസ് പഠിച്ചു വെച്ചാലേ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യനകത്തുനിന്ന് ഇത് ഓരോന്നും എഴുതി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓരോന്നും നമ്മൾ വലിയ ക്വസ്റ്റ്യൻ തന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ഓരോന്നും എഴുതണം. ലാംഡ നമുക്ക് തന്നിട്ടുണ്ടോ, മ്യൂ തന്നിട്ടുണ്ടോ എന്ന് എഴുതണം. അത് മനസ്സിലാക്കി വെക്കണം. ലാംഡ ഈക്വൽ ടു മീൻ നമ്പർ ഓഫ് അറൈവൽ പെർ ടൈം. നമ്പർ ഓഫ് അറൈവൽസ് ആണ്, ടൈമിലുള്ള അറൈവൽസ് ആണ് ലാംഡ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 1 ലാംഡ? 1 ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അറൈവൽ തമ്മിലുള്ള ടൈമാണ്. 1 ലാംഡ ഈസ് മീൻ ടൈം ബിറ്റ്വീൻ അറൈവൽസ്. ഒരു അറൈവൽ കഴിഞ്ഞ് അടുത്ത ഒരു അറൈവൽ വരുന്ന അത് തമ്മിലുള്ള ആ ഗ്യാപ്പിലുള്ള ടൈമാണ്, മീൻ ടൈം ബിറ്റ്വീൻ അറൈവൽസ് ആണ് 1 ലാംഡ. 1 ലാംഡ അപ്പോൾ എന്താണ്? ഒരു ടൈമാണ്. ഓക്കെ, ലാംഡ എന്താണ്? നമ്പർ ഓഫ് അറൈവൽസ് പെർ ടൈമാണ്. 1 ലാംഡ ഈസ് ദ മീൻ ടൈം ബിറ്റ്വീൻ അറൈവൽസ്. 2 അറൈവൽ തമ്മിലുള്ള ടൈമാണ് എന്തെന്ന് പറയുന്നത്? 1 ലാംഡ. അപ്പോൾ മ്യൂ എന്താണ്? മീൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് സെർവ്ഡ്, അതായത് എത്ര കസ്റ്റമേഴ്സാണ് സെർവ് ചെയ്ത് പോകുന്നത്. സർവീസ് റേറ്റ് ആണ് എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത്? മ്യൂ വിത്ത് പെർ ടൈമിലുള്ള സർവീസ് റേറ്റ് ആണ് മ്യൂ. വട്ട് ഈസ് 1 മ്യൂ? ഒരു സർവീ ചെയ്ത ആൾ കഴിഞ്ഞ് അടുത്ത സർവീസ് കിട്ടാൻ അല്ലേ, ഒരാളുടെ സെർവ് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് കിട്ടുന്ന സർവീസിന് എടുക്കുന്ന ടൈം, അതിനെ വിളിക്കുന്നതാണ് 1 മ്യൂ. മീൻ ടൈം പെർ കസ്റ്റമർ സെർവ്ഡ്. മീൻ ടൈം പെർ കസ്റ്റമർ സെർവ്ഡ് ആണ് 1 മ്യൂ. അടുത്തൊരു സിമ്പിൾ റോ ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ. അതായത് അതിനെ വിളിക്കുന്ന യൂട്ടിലൈസേഷൻ ഫാക്ടർ. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് ആരെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? നമ്മൾ സർവീസ് ചാനലിനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പം സർവീസ് ചാനൽ എപ്പോഴും ബിസി ആയിക്കൊണ്ടിരിക്കാനുള്ള ആ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? യൂട്ടിലൈസേഷൻ ഫാക്ടറാണ്. സർവീസ് ചാനൽ എന്ന് പറയുന്നത് സർവീസ് തരുന്നിടം എപ്പോഴും ബിസി ആകാനുള്ള ചാൻസ് എന്താണ്? യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓർ ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്നും അതിനെ വിളിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ ആണ്. ലാംഡ ബൈ മ്യൂ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് LS എന്ന് പറഞ്ഞാൽ എന്താണ്? LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. LS എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് LS എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും?
ക്യൂ പ്ലസ് സർവീസ്. ക്യൂവും സർവീസിൽ നിൽക്കുന്ന ആളെയും കൂടെ കൂട്ടിയാണ് ഇവിടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം, സിസ്റ്റത്തിലുള്ള ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. എൽ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ വെയിറ്റിംഗ് ക്യൂ. ക്യൂവിൽ മാത്രം സർവീസ് കിട്ടുന്ന ആളെ അവിടെ അവോയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പം ആ സർവീസ് വരെയുള്ളതിന് അല്ലെ സിസ്റ്റത്തിലുള്ളതിനെ, മൊത്തം സിസ്റ്റത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ആവറേജ് നമ്പറിനെ വിളിക്കുന്ന പേര് LS എന്നും, ക്യൂയിലുള്ള ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ വിളിക്കുന്ന പേര് LQ എന്നുമാണ്. ദെൻ WS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ടൈം അല്ലെ ടൈം സ്പെൻഡ് ഇൻ ലൈൻ ആൻഡ് ടൈം സ്പെൻഡ് ബീങ് സെർവ്ഡ്. അതായത് സർവീസ് കിട്ടുന്നവരെ, മൊത്തം സർവീസ് കംപ്ലീറ്റ് സർവീസ് കിട്ടുന്നവരെയുള്ള എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്തു, അതിനെയാണ് WS എന്ന് പറയുന്നത്. WQ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യൂ, ജസ്റ്റ് സർവീസ് കിട്ടുന്നതിന് മുമ്പ് വരെയുള്ള ടൈം, സർവീസ് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ ക്യൂവിൽ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് WQ എന്ന് പറയുന്നത്. WQ ഈസ് ദ ആവറേജ് ടൈം ഓഫ് എ കസ്റ്റമർ സ്പെൻഡ് വെയിറ്റിംഗ് ഇൻ ദ ക്യൂ. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സർവീസ് സിസ്റ്റം. ആ സർവീസ് സിസ്റ്റത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ എണ്ണമാണ് N എന്ന് പറയുന്നത്. N ഈസ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സർവീസ് സിസ്റ്റം, സർവീസ് സിസ്റ്റത്തിലുള്ള കസ്റ്റമേഴ്സ്. PN എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് ദെയർ ആർ N കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. N കസ്റ്റമേഴ്സ് സിസ്റ്റത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി PN, ഒരു കസ്റ്റമറും ഇല്ലെങ്കിൽ P0. അതാണ് പ്രോബബിലിറ്റി ദാറ്റ് ദെയർ ആർ N കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റമാണ് PN എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് വേരിയബിൾസ് യൂസ്ഡ് ഇൻ ക്യൂയിങ് ഫോർമുലയിലുള്ള വേരിയബിൾസ്. അപ്പോൾ ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുവാണ്.